ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വരമംഗലത്തപ്പാ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഇന്ന് തിരുവോണോട്ടാണ്. നമ്മൾ ഇവിടെ നാമജപം മുല്ലോർലിത്തേവരവിടെ നാമജപം തുടങ്ങിയിട്ട് 4 വർഷമാവാനാ പോണേ. ആദ്യത്തെ ഒരു വർഷമാവണേക്കാൾ മുമ്പാണ് നമ്മുടെ ഇവിടെ സപ്താഹം ഉണ്ടായത്. ഇപ്പം 3ാമത്തെ സപ്താഹമാണ് ഈ ഏപ്രിലിൽ വരാൻ പോണത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ നാമജപം തുടങ്ങിയിട്ട് 4 വർഷമാവും. അപ്പോൾ അത് അത്രയും കാലം നമ്മളിതാ ഭഗവാന്റെ മുന്നിലിരുന്ന് നമുക്ക് നാമം ജപിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഇതുവരെ തുടങ്ങിയിട്ട് അത് ഒരു ദിവസം പോലും മുടങ്ങാതെ കണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വരാൻ പറ്റിയിട്ടില്ലെങ്കിലും മുടങ്ങാതെ കണ്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് തേവരുടെ അപാര കൃപയാണ്. പിന്നെ നമ്മൾ ഈ നാമജപത്തിൽ വന്ന് ഭഗവാനെ കൂടുതൽ അറിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ പല വ്യത്യാസങ്ങളും നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാമം ജപിച്ചപ്പോഴാണ്, അതുവരെ നമുക്കൊന്നും അറിയില്ല. അമ്പലത്തിൽ വരിക, തൊഴുക, വഴിപാടുകൾ കഴിക്കുക, പോവുക, അത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു അറിവ്. അപ്പോൾ എന്തോ ആ ഒരു കർമ്മം ചെയ്തത് ഇപ്പം നമ്മളുടെ ഓരോരോ ജീവിതത്തിലെ ലൗകികമായ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും. നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മളുടെ ജീവിതം ഇതാണ് സത്യം എന്നേ നമുക്കറിയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട പോലെ ഈ സത്യം ജഗത് മിഥ്യയാണ്, ബ്രഹ്മം സത്യമാണ്, ജഗത് മിഥ്യയാണെന്നൊക്കെ അങ്ങനെയുള്ളതൊന്നും നമുക്കിതൊന്നും അറിയില്ല. നമുക്ക് ഈ കാണുന്നതൊക്കെ സത്യം, അത്രയേ ഉള്ളൂ. കാണാത്തതൊന്നും നമുക്കല്ലാണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കാൻ അറിയില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വരണേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണെന്ന് വെച്ചാൽ ഒഴിവ് എന്നും വരില്ല, എപ്പോഴെങ്കിലും ഒരിക്കലും വരും. വീട്ടിൽ ആരെങ്കിലും പിറന്നാളുണ്ടാകുമ്പോൾ വരിക, എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ വരിക, അല്ലെങ്കിൽ ആർക്കെങ്കിലും രോഗങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ വരിക. അങ്ങനെയൊക്കെ വന്നിട്ടാണ് നമ്മൾ ഈ ഭഗവാന്റെ മുമ്പിൽ വന്നിരുന്ന് ഓരോന്നും നമ്മളുടെ ആ ദുഃഖങ്ങൾ നമുക്ക് ആശ്രയിക്കാൻ ഈശ്വരനെ ഉള്ളൂ എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടായത് തന്നെ പൂർവ്വജന്മത്തിൽ ചെയ്ത ഏതൊക്കെയോ സുകൃതത്തിൻ്റെ ബലമാണ്. കാരണം എത്ര വയ്യാണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈശ്വരനെ ആശ്രയിക്കാൻ തോന്നാത്തവരുണ്ട്. അവരൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വന്നു ചേരും, ഇതൊക്കെ ഇങ്ങനെ തന്നത് ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ദുരിതത്തിലും കഷ്ടത്തിലും ഇടണോ ഒരാൾ ഈശ്വരൻ? അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരനെ എന്തിനാ ഭജിക്കണേ? അങ്ങനെയൊക്കെ വിചാരിക്കണവരുണ്ട്. പക്ഷേ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ആ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കണമെന്നുള്ള സത്യമൊന്നും നമുക്ക് അറിയണില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുന്നത്. പക്ഷേ എന്തോ ഒരു ദൈവകാരുണ്യം, ആ കൃപാകടാക്ഷം കൊണ്ട് തന്നെ, ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഭഗവാനെ ആശ്രയിക്കാനായിട്ട് സാധിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ അല്ലേ, എല്ലാ വിധത്തിലുള്ള ഇതും ക്ഷേത്രത്തിലൂടെ തന്നെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. അഭിവൃദ്ധിയും ഇത് ക്ഷയിച്ച് കിടന്നതും ഇവിടെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയും. അവിടെ ആ ശിവൻ്റെ അടുത്ത് സർവേശ്വരമംഗലത്ത് വരുമ്പോൾ അവിടെ നിന്ന് പടിഞ്ഞാട്ട് നോക്കി കൃഷ്ണ എന്ന് തൊഴുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ ക്ഷേത്രം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയും ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ക്ഷേത്രത്തിൻ്റെ ആ ഒരവസ്ഥ ഉണ്ടായി. അവിടെ നിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ മഹാദേവൻ്റെ
ആ സാന്നിധ്യം കൊണ്ടാണ്. കാരണം എവിടെ ഒരു വൈഷ്ണവ ക്ഷേത്രം ഉണ്ടോ അതിനും അടുത്തൊരു ശൈവക്ഷേത്രം ഉണ്ടാവും. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. അപ്പോൾ ആ ഭഗവാൻ അവിടെ നിന്നിട്ട് ആ മംഗളം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഭഗവാൻ എന്താ ജപിക്കുക? എപ്പോഴും ആ ഭഗവാൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുക. അക്ഷമാലയെ ഭഗവാന്റെ കയ്യിലുള്ള ആ മാലയിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അങ്ങനെ നാട്ടുകാരായ ഹരേഷ്ണ നാട്ടുകാരായ നമ്മൾ ജപിക്കാത്ത നാമം നമുക്ക് വേണ്ടി ഭഗവാൻ ജപിച്ചു. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഇവിടെ ആ ഭഗവാന്റെ ജപം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ വന്നു ചേർന്ന് ഇത്രയും വന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് നമ്മളെ ചെയ്ത ഏതൊക്കെയോ കർമ്മങ്ങൾക്ക് ഭഗവാന് നമ്മളോടൊരു കാരുണ്യം തോന്നിയിട്ടുണ്ടാവും. കാരണം ഈ ഒരു നാമജപം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി എന്ന് പറഞ്ഞു. 3 വർഷമായിട്ട് ഈ നാമജപം ഇവിടെ ഉണ്ടെന്ന് അറിയാത്ത നാട്ടുകാരുണ്ടാവാൻ വഴിയില്ല. സപ്താഹങ്ങളും കാര്യങ്ങളും നോട്ടീസുകളൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കാൻ തോന്നണില്ല. അപ്പം നമ്മൾക്ക് ഇവിടെ വന്നിരിക്കാൻ തോന്നുന്നത് നമ്മുടെ മഹത്വം കൊണ്ടല്ല, നമ്മളോടുള്ള ആ കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് എത്തി. ആ കാരുണ്യത്തിന് എന്തുകൊണ്ടോ നമുക്കൊരല്പം ആ ഈശ്വര കാരുണ്യത്തിനെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായി. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ വ്യാഴാഴ്ചയും വന്ന് തൊഴുതു പോണവരുണ്ടാവും. പക്ഷേ ആരുടെയും ഉള്ളിൽ ഒരു ദിവസം ബുദ്ധിമുട്ടുകൾ, തിരക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഓടണേന്ന് വെച്ചാലും ഒരു ദിവസമെങ്കിലും ഇവിടെ ഇരുന്ന് 2 നാമം ജപിക്കുക. എത്രയൊക്കെ ആയാലും നമ്മൾ ഓടണേനിടയ്ക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് നാമം ജപിച്ചിട്ട്, ശരിക്കും ക്ഷേത്രത്തിൽ വന്നാൽ എന്താ പറയുക, തൊഴുതു പോവുക മാത്രമല്ല 5 മിനിറ്റ് അവിടെ ഇരിക്കണം എന്നാണ് പറയുക. ക്ഷേത്രത്തിൽ വന്നതിൻ്റെ ഒരു ഫലം കിട്ടണമെങ്കിൽ ആ ക്ഷേത്രത്തിൽ 5 മിനിറ്റ് ഇരിക്കണം, വെറുതെ തൊഴുതു പോയിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ അതറിവുള്ളവർ കാണാം, നാമം ജപിച്ചിങ്ങോട്ട് വരുമ്പോൾ അവിടെ തന്നെ സൈഡിൽ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ജപിച്ചിട്ട് പോരും. അങ്ങനെ ചെയ്യണവരെ കാണാം. അപ്പം അത്ര പോലും ആ ജപത്തിൽ അവിടെ, കാരണം ഇരുന്ന് തന്നെ ജപിക്കണം, നിന്നല്ല ഇരുന്ന് തന്നെ ജപിക്കണം. അതിൽ പങ്കെടുക്കാണ്ട് പോണവർ ധാരാളമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ തിരുവോണോട്ട് നടന്നു തുടങ്ങിയിട്ടുള്ള സമയത്തും ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കാണ്ട് ഇതിങ്ങനെ ശ്രദ്ധിക്കാതെ കണ്ടതിൽ പോണവരുണ്ട്. അപ്പോൾ ഇത് പറയണത് അവരുടെ ദോഷമോ നമ്മുടെ ഗുണമോ അല്ല പറയണേ, ഭഗവാന്റെ കാരുണ്യം നമ്മളോട് എത്രയ്ക്കുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പാകമായാൽ മാത്രമേ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നിരുത്തുള്ളൂ. അപ്പോൾ ഭഗവാൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നാമം ജപിക്കാനുള്ളൊരു പാകമായി എന്നുള്ളതാണ്. അപ്പോൾ ആ നാമജപത്തിനെ നമ്മൾ വേണ്ടതുപോലെ തന്നെ സ്വീകരിക്കണം. ആ നാമജപത്തിനെ ഈശ്വരൻ്റെ ആ കൃപയെ നമ്മൾ, കാരണം നാമം ജപിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് കാലം നാമം ജപിച്ചപ്പോഴേക്കും ഈശ്വരനെ അറിയാൻ, നമുക്കിതുവരെ അറിയാണ്ട് ജപിച്ചതാണ്. ജപിക്കാൻ വന്നു, ഇരുന്നു ജപിച്ചു, ഒരിഷ്ടം തോന്നി ജപത്തോട്, ഇവിടെ ഇരുന്ന് ജപിച്ചു. അങ്ങനെ കുറച്ച് കാലം നമ്മൾ നാമം ജപിച്ചപ്പോഴേക്കും നമുക്ക് ആ ഭാഗവത സ്വരൂപിയായിട്ടുള്ള ആ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ സപ്താഹം ആരംഭിച്ചു. അപ്പോൾ അതിലൂടെ നമ്മൾ ഭഗവാനെ കൂടുതൽ അടുത്തറിയുക ചെയ്യണേ. ഭഗവാന്റെ വൈഭവങ്ങൾ, മഹത്വങ്ങൾ ഒക്കെ അടുത്തറിയാണ് ചെയ്യണത്. അതിങ്ങനെ കേട്ട് നമുക്ക് മനസ്സിലാവും. ഭാഗവതത്തിലൊക്കെ വിരാട് രൂപ ദർശനം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെയുണ്ട്. ഈ സർവ്വഭൂമിയിലെ സർവ്വപ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും ഈശ്വരൻ്റെ ശരീരമാണിത് എന്ന് പറഞ്ഞിട്ട് നാഡീഞരമ്പുകളായിട്ടും അസ്ഥികളായിട്ടും രക്തമായിട്ടും അങ്ങനെ ഓരോന്നായിട്ട് കണ്ട് നമ്മളെ ഈ സർവ്വപ്രപഞ്ചം ഈശ്വരനാണെന്ന് കാണുക. ഇതൊക്കെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇതൊന്നും നമുക്ക് പറ്റില്ല. ഒരു മരം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുഴ കാണുമ്പോൾ അത് ഈശ്വരൻ്റെ ഭാഗമാണെന്നൊന്നും ചിന്തിക്കാനുള്ളൊരു ഭാവം നമുക്ക് വരണില്ല. കാരണം അത്രയും നമ്മളുടെ ഉള്ളിൽ ലൗകികമായിട്ടുള്ള ആസക്തി കൂടുതൽ കിടക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരവസ്ഥയിൽ ഭഗവാനിതാ നമ്മളിൽ ഒരാളായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് പല ഭാവത്തിലും ഏതേത് രൂപത്തിലും വരുന്നുണ്ടല്ലേ, മത്സ്യമായിട്ട്, കൂർമ്മമായിട്ട്, വരാഹമായിട്ട്, എല്ലാ വിധത്തിലുള്ള, അതായത് ഇതിലൊക്കെ പറയണത് എന്താ, എല്ലാത്തിൻ്റെയും ഉള്ളിൽ ആത്മാവായിട്ട് നിറഞ്ഞു നിൽക്കേണ്ടത് ഞാൻ തന്നെയാണെന്ന് കാണിച്ചു തരികയാണ്. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശം.
അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മഹാദേവൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം ഉയർന്നു വന്നതെന്ന്. മഹാദേവൻ അതെ ഇവിടെ ഇരിക്കുന്ന മുല്ലൂറിൽ തേവരും അവിടെ ഇരിക്കുന്ന സർവേശ്വര മംഗലത്തപ്പനും രണ്ട് ഭാവത്തിലിരിക്കണമെന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞ പോലെ അമ്മ വീട്ടിലായിരിക്കുമ്പോൾ അമ്മ, സ്കൂളിലായിരിക്കുമ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അല്ലേ, കുട്ടി അമ്മയുടെ മുമ്പിലിരിക്കുമ്പോൾ വീട്ടിൽ അമ്മയെന്ന് വിളിക്കും, സ്കൂളിൽ ചെന്ന് അമ്മയെന്നൊന്നും വിളിക്കില്ല. അപ്പോൾ ടീച്ചറെന്ന് ടീച്ചറിനെ തന്നെ വിളിച്ചിട്ട് പറയണം, കാരണം അവിടുത്തെ സ്ഥാനം അവിടെ കൊടുക്കണം. അങ്ങനെ ഒരേ അമ്മ രണ്ട് ഭാഗത്തിരിക്കുന്ന പോലെ ഒരേ ചൈതന്യം തന്നെ രണ്ട് ഭാവത്തിലിരുന്നിട്ട് അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഓരോ അവതാരവും ഇറങ്ങി വരുന്നത് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ആ ഭാഗവതത്തിലൂടെ അപ്പോൾ അതുപോലെയുള്ള അവതാര സ്വരൂപങ്ങൾ എടുക്കണു ഭഗവാൻ. നമ്മളിലൊരാളായിട്ട് മനുജബാലനായിട്ട് വന്ന് ലീലകളാടണു. കാരണം വരാനിരിക്കുന്ന കരികാലത്തിലുള്ളവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നറിയാം ഭഗവാനെ. അപ്പം സാധാരണ ആ ഒരു മനുഷ്യൻ്റെ പോലെ നമ്മളുടെ കുട്ടികളെ പോലെ ലീലകളാടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എന്താ, ആ ലീലകളാടുന്നത് എല്ലാ വികൃതിത്വരും ഭഗവാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ വികൃതിയോട് കൂടിയിട്ടുള്ള ആ ഭഗവാന്റെ ലീലകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ അതുപോലെ ഇപ്പോൾ ഒരു കഥ കേട്ടു ഇവിടെ വന്ന്, കൃഷ്ണൻ്റെ വികൃതിത്തരത്തിൻ്റെ ഒരു കഥ കേട്ടു. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികൾ അതുപോലെ വികൃതി, ഇതെന്താ കൃഷ്ണൻ്റെ പോലെ ചിന്ത വന്നു ഇല്ലേ. അങ്ങനെ ഓരോ കഥകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലൊക്കെ ആ സ്മരണ ഉണ്ടാക്കി തീർക്കുക ചെയ്യണത്. അങ്ങനെ ആ ഭഗവാൻ അപ്പം നമുക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചം മുഴുവൻ ഇതിലൊക്കെ പരമാണു പൊരുളിലിരിക്കുന്ന സ്ഫുരണമായിട്ടിരിക്കുന്നത് ഭഗവാനാണ്, പ്രപഞ്ചം ഭഗവാനാണ്, എല്ലാവരുടെ ഉള്ളിലുള്ളത് ഭഗവാനാണ്, അത് ആത്മാവാണ് എന്നൊക്കെ നമുക്ക് കേട്ട് അത് ശരിയാണെന്ന് ബോധിക്കുന്നില്ല. നമുക്കത് കേട്ടാൽ മനസ്സിലാവുന്നുണ്ട്, ശരിയാണെന്ന് നമുക്ക് ബോധിക്കണ്ടേ. നമുക്ക് ശരിയാണെന്ന് ബോധിക്കുന്നില്ല. എങ്ങനെയാണ് ശരിയാണെന്ന് ബോധിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ആ ബോധം വരുത്തുന്നതിന് എന്ത് വേണം? നാമം ജപിക്കണം, ഹരിനാരായണ കീർത്തനങ്ങൾ ജപിക്കുക വേണ്ടത്. നാമം ജപിച്ചാൽ മാത്രമേ അത് നമുക്ക് അനുഭവത്തിൽ വരുള്ളൂ. നമുക്ക് പല ദുരിതങ്ങൾ പല ദുഃഖങ്ങൾ നമുക്ക് വന്നിട്ട് ജീവിതം മടുത്ത് മരിച്ചാൽ മതി എന്ന് വിചാരിക്കും. നമ്മൾ മരിച്ചു പോയാൽ മതി, എന്തിനങ്ങനെ ജീവിച്ചിരിക്കണേ ഈ നരകം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ നാമജപത്തിലിരുന്ന് അതോടൊപ്പം ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ഇതെന്താന്നിട്ട് മാറാത്തേ എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയാ, ഒരു കയ്യിലൊരു മുറിവുണ്ടായാൽ ആ മുറിവ് മാറണം എന്നുണ്ടെങ്കിൽ ആ മുറിവിൻ്റെ ആഴത്തിനനുസരിച്ച്, വെറുതെ തൊലി പോയിട്ടുള്ളൂ വെച്ചാൽ 2 ദിവസം കൊണ്ട് അത് കരിഞ്ഞു പോകും. ഇത്തിരിയും കൂടി ആഴത്തിലാണെങ്കിൽ കുറച്ചും കൂടി ദിവസം പിടിക്കും. നല്ലൊരു വെട്ട് കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെയായി. കയ്യിൻ്റെ ഏതെങ്കിലും ഭാഗം ഒടിഞ്ഞു എന്ന് വെച്ചാൽ അത്രയും അനുസരിച്ച്. അപ്പോൾ നമ്മൾക്ക് വന്ന പരിക്ക് എത്രയുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാവും അത് സുഖപ്പെടാൻ. അതുപോലെ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളുടെ തീവ്രത എത്രയുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് അത് എന്താ മാറാത്തതെന്ന് ചോദിച്ചാൽ അതൊരു ബാലിശാണ്. അത് പറയുമ്പോൾ പാവം എൻ്റെ അച്ഛനെ ആട്ടോ എനിക്ക് ഓർമ്മ വരണേ. അച്ഛൻ വയസ്സായി വയ്യാണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ അതേ സ്വഭാവമാണ്. അപ്പോൾ എന്ത് കണ്ടാലും കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നും മുറിക്കും. ഒരു ദിവസം കയ്യാൻ മുറിഞ്ഞ് ചോര വന്നു. അപ്പോഴേക്കും പേടിയായി, കൈ മുറിഞ്ഞ് ചോര. കുട്ടികൾക്ക് പേടിയാവണം, അതേപോലെ തന്നെ ഭാവം തന്നെയായിരുന്നു അച്ഛനെ ഞങ്ങളുടെ മകനെ പോലെ നോക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. എന്നിട്ട് വേഗം അതൊക്കെ വെച്ച് കെട്ടി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അത് അഴിച്ച് നോക്കും. കുട്ടികൾ അങ്ങനെയല്ലേ ചെയ്യുക, അത് അഴിച്ചിങ്ങനെ നോക്കും. ഇത് ഉണങ്ങിയിട്ടില്ല, എന്താടി ഇത് ഉണങ്ങാത്ത കൊണ്ടുവന്ന് കാണിച്ചു. അച്ഛ അത് കെട്ടി വെച്ച് അങ്ങോട്ട് 15 മിനിറ്റ് ഉണങ്ങിയില്ലല്ലോ മോളെ, ഇത് ഉണങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുവരും. കുട്ടികളുടെ അതേ സ്വഭാവം തന്നെയാണ്. അതുപോലെയാണ് നമ്മളിത് നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങളാണെന്ന് തിരിച്ചറിയണ്ടെങ്കിൽ ഇതെന്താ തീരാത്ത അതിൻ്റെ സമയമാവണം. ആ മുറിവ് ഉണങ്ങാനൊരു സമയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് വെച്ച് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വീണ്ടും സമയം കൂടുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഉണങ്ങണത് അത് തിരിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ അല്ലേ, ഒരു ചെറിയൊരു പൊട്ടയുണ്ടായില്ലോ, അതിങ്ങനെ മാന്തി വലുതാക്കി കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാവും അത് ഉണങ്ങാൻ. ചെറിയൊരു മുറിവുണ്ടെങ്കിൽ അത് പറയണം, ഒരാഴ്ച വിശ്രമിക്കൂ, അത് ഉണങ്ങുമെന്ന് പറയാം. ആ ഒരാഴ്ച വിശ്രമിക്കാൻ നമുക്ക് ക്ഷമയില്ലാണ്ടാവും. അത് പിന്നെയും പഴുത്ത് പിന്നെ ചെല്ലുമ്പോൾ പറയും, നിങ്ങളിത് ഇങ്ങനെ ചെയ്തു, 1 മാസത്തെ വിശ്രമം വേണം എന്ന് പറയും. പിന്നെയും അതൊരു മാസം വിശ്രമിക്കാൻ നമുക്ക് ക്ഷമയില്ല. അത് ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ അവസാനം ചിലപ്പോൾ ആ കാല് മുറിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. ആരാ കൊണ്ടുവന്ന് എത്തിച്ചത്? നമുക്കുള്ള
അക്ഷമയാണ് കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിയാന്ന് തോന്നും, പക്ഷേ നമ്മുടെ ഉള്ളിൽ അനുഭവത്തിൽ വരണ്ടേ. ആ അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആ നാമം ജപിക്കണത്. അങ്ങനെ ആ നാമജപം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരേ സമയത്ത് ഒരു 20 മിനിറ്റ് ഒരേ നാമം ഒരേ സമയത്ത് ഒരു 90 ദിവസം അടുപ്പിച്ചിരുന്ന് ഈശ്വരൻ്റെ ഏതെങ്കിലും ആ തൃപ്പാദങ്ങളോ അതിമനോഹരമായ മുഖകമലമോ അതിമനോഹരമായ പുഞ്ചിരിയോ ആ ഭഗവാന്റെ വികൃതികൾ എന്തെങ്കിലും മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട്, മനസ്സ് അങ്ങനെ ഉറപ്പിക്കാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ മനസ്സ് വേറെ എവിടേക്കും പോവാണ്ടിരിക്കാനാ. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് പറയണേ, ആ ഉണ്ണിക്കണ്ണനെ ഊഞ്ഞാലിലിട്ട് ആട്ടിയാലും മതി, രാധാകൃഷ്ണന്മാരെ ഊഞ്ഞാലിലിട്ട് ഇരുത്തു, അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനെ ഊഞ്ഞാലിലാട്ടുക, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞ് ഭഗവാനാണെന്ന് സങ്കല്പിക്കുക. അപ്പം നമ്മളുടെ കുഞ്ഞിൻ്റെ മുഖം നമുക്ക് വേഗം ഓർമ്മ വരുമല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ കളിക്കാറുള്ള കളികൾ, ഗുരുവായൂരപ്പൻ നമ്മുടെ കുഞ്ഞിൻ്റെ രൂപത്തിൽ വന്നതാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അത് ചിന്തിച്ചു കൊണ്ടായാലും വേണ്ടില്ല, ആ ഒരു 20 മിനിറ്റുള്ള ജപം ഒരു 3 മാസം കൊണ്ട് നമുക്കത് അനുഭവമായിട്ട് തീരും. അപ്പോൾ നമുക്ക് കൂടുതൽ 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 ജപിക്കാൻ തോന്നും. അങ്ങനെയാണ് ജപിക്കാൻ. ആ ജപം എത്ര വർദ്ധിക്കണു അത്രയും നമ്മളെ എത്ര വൃത്തിയിൽ കുളിക്കണു, അല്ലേ, ശരീരത്തിൽ എത്ര വൃത്തിയിൽ കുളിക്കണോ അതനുസരിച്ചിട്ട് വെറുതെ വെള്ളം ഒഴിച്ചിട്ടും കുളിക്കാം, സോപ്പ് തേച്ചിട്ടും കുളിക്കാം, നല്ലോണം സോപ്പൊക്കെ തേച്ച് ചകിരിയൊക്കെ തേച്ച് കുളിക്കാം, അല്ലേ. അപ്പോൾ അത് അങ്ങനെ എങ്ങനെ കുളിച്ചാലും അതിനൊരു സമയപരിധി ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും എന്തുണ്ടാവും, ശരീരത്തിൽ അഴുക്ക് കയറും. ഞാൻ നല്ലോണം ചകിരിയൊക്കെ ഇട്ട് കുളിച്ചതാണ്, ഇനി ഇന്ന് കുളിക്കണില്ല എന്ന് വിചാരിക്കാൻ പറ്റുമില്ല. ഇന്നലെ കുളിച്ചേക്കാളും അഴുക്ക് ചിലപ്പോൾ ഇന്ന് കയറിയുണ്ടാവും നമ്മളുടെ. അങ്ങനെയാണ്, അത് നമ്മൾ അറിയണില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഉള്ളിൽ വന്ന് വരുന്ന മനോമാലിന്യങ്ങൾ, കണ്ടതും കേട്ടതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് അഴുക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, അതിങ്ങനെ എപ്പോഴും കഴുകി 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 വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. ശരീരം വൃത്തിയാക്കണേക്കാളും ശ്രദ്ധയിൽ വേണം മനസ്സ് വൃത്തിയാക്കാൻ. ആ ഹൃദയം പരിശുദ്ധമാവണമെങ്കിൽ അങ്ങനെ. പിന്നെ കുറേ കഴിഞ്ഞാൽ ഈ ജപം നമ്മളെ വിട്ടു പോകാണ്ടാവും. അപ്പം പിന്നെ അതിന് ആ പരിശുദ്ധമായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ നാമം ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ആ ഓരോ തവണയും അത് ജപിക്കുക. അത് ഈ ഭാഗവതം മുതലായിട്ടുള്ള കഥകൾ കേൾക്കണത് ഈ ജപത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ അറിയും തോറും കൂടുതൽ നമ്മൾ അടുക്കണു ഭഗവാനോട്. അപ്പോൾ കൂടുതൽ കൂടുതൽ ജപിക്കാൻ സാധിക്കണു. അങ്ങനെ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം നമ്മളെ നാമിയിലെത്തിക്കുകയാണ്. കർഷയതി ഇതി കൃഷ്ണ എന്നാണ്. കൃഷ്ണൻ എന്ന് വെച്ചാൽ ആകർഷിക്കുന്നവൻ എന്നാണ്, തന്നിലേക്ക് ആകർഷിക്കുക. എവിടെ നിന്നാണ് പോയി വന്നത്, നമ്മളൊക്കെ വന്നത് അവിടെ നിന്നാണ്, അവിടേക്ക് തന്നെ എത്തിച്ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊക്കെ നമ്മളെന്താ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള തോന്നൽ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ വീട് എവിടെയാണ്, സ്വധാമം എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അത് തോന്നണില്ല. ഇപ്പോൾ അതേ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്, അല്ലേ. ഈ ഒരു ശരീരത്തിൻ്റെ വാടക ചീട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുറി ഒഴിയണം, എന്നിട്ട് അടുത്ത ദിക്കിൽ ചെന്നിട്ട് വാടകയ്ക്ക് താമസിക്കുക. അതിപ്പോൾ ഒരേ ഭംഗിയുള്ള വീടുകൾ കിട്ടണമെന്നുണ്ടോ, ചിലപ്പോൾ ഓടിട്ട വീടാവും, ചിലപ്പോൾ ടെറസാവും, ചിലപ്പോൾ ഫ്ലാറ്റാവും. അതുപോലെയാണ്. അങ്ങനെ അതുപോലെയുള്ള ഒരു കഥയും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പല ദിക്കിലും വീടുകൾ ഉണ്ടാക്കി വന്നിട്ട് പുരഞ്ജനോപാഖ്യാനം എന്നിട്ടൊരു പുരഞ്ജനൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ദിവസം ഈ സപ്താഹത്തിൽ 7 ദിവസം ഇരുന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കേൾക്കുമ്പോഴേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കേൾക്കണം. അപ്പോൾ ഈ കേട്ട കഥയൊക്കെ മറന്നുപോയിണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് നിത്യോപാസന വേണം. ഭാഗവതമൊക്കെ ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, ഇത് വായിച്ച് നോക്കുമ്പോൾ ഇത് പുരഞ്ജനോപാഖ്യാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ കഥകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ അടിയിലുള്ള ഇതിങ്ങനെ നോക്കുക. അതിൽ ഉള്ളടക്കം കുറച്ചുണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുക. അപ്പോൾ അതിലോരോ കഥകൾ പറയും. അപ്പോൾ അതാ തിരുമേനി പറഞ്ഞത്, അത് കേട്ടത് ഓർമ്മയുണ്ട്. അങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കേൾക്കുമ്പോൾ ഇന്ന ഭാഗമാണ് വായിക്കണേ എന്ന് ഓർമ്മ വരും. അപ്പോൾ ചില കഥകൾ നമുക്ക് കൂടുതലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, അതൊക്കെ തപ്പിപ്പിടിച്ചൊന്ന് വായിക്കാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഓരോ അക്ഷരം, ഓരോ വാക്കുകൾ, സംസ്കൃതത്തിൻ്റെ ഓരോ പദങ്ങളനുസരിച്ച് പഠിച്ച് ഭാഗവതം പഠിക്കാന്ന് വെച്ചാൽ എത്ര കാലം നമ്മളുണ്ടെന്ന് ആർക്കറിയാം. എത്ര കാലമിരിക്കും ഇനി എന്ന് സത്യമോ നമുക്കേതും ഒന്നില്ലല്ലോ. അപ്പം അതൊന്നും നമ്മളെക്കൊണ്ട് അറിയില്ല. അപ്പം അതുകൊണ്ട് അതിനൊക്കെയുള്ള സമയം ഇനി ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട്
ഉള്ള സമയം കൊണ്ട് അല്ലേ 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ടതുപോലെ നമുക്കിനി 7 ദിവസം ഉണ്ടോ എന്നും കൂടി അറിയണില്ല. അവിടെ പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു 7 ദിവസം കഴിഞ്ഞിട്ട് നീ തക്ഷകം കഴിച്ച് മരിക്കുന്നു. അപ്പോൾ 7 ദിവസം മരിക്കില്ല എന്ന് ഉറപ്പായി. നമുക്കുണ്ടോ അടുത്ത നിമിഷം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇവിടെ നിന്ന് നമുക്ക് നാളെ കാണാട്ടോ എന്ന് പറഞ്ഞ് പോകും, പിറ്റേ ദിവസം നാളെ ആരാ കാണണു അറിയില്ല. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയാണ് നമുക്കൊക്കെ. അപ്പം അതുകൊണ്ട് ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല നമുക്ക്. നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് തോന്നും തോറും ഈശ്വരനിൽ നിന്ന് നമ്മൾ അകന്നകന്ന് ഈശ്വരനെ വലിച്ചടിപ്പിക്കും തോറും നമ്മൾ കൈ വിട്ട് കൊതറി ഓടുക ചെയ്യണത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിത്യോപാസന ചെയ്യേണ്ടതാണ് നാമജപം. നാമം ജപിക്കും തോറും നമുക്ക് നമ്മുടെ ഈ കർമ്മപ്രാരാബ്ദങ്ങൾ ഒഴിയും തോറും ഈശ്വരനിലേക്ക് അടുക്കും. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ തന്നെത്താൻ വന്നു ചേരും. നമുക്കുള്ള പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് നമ്മുടെ നാട്ടിലൊരു ഭാഗവതം ഉണ്ടായത്. നമ്മൾ നാമജപം തുടങ്ങിയപ്പോഴാണ് ഭഗവാൻ ഭാഗവത സ്വരൂപിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. മനോഹരമായ ഭക്തിഭാവത്തോടു കൂടിയിട്ട് കഥകൾ പറയണം, മനോഹരമായ കഥകൾ പറഞ്ഞു തരുന്ന ആചാര്യന്മാരെയും നമുക്ക് 2 തവണ വന്നവരും നമ്മുടെ ഉള്ളിലേക്ക് അത്രയും ഭാഗവതം എത്തിക്കാൻ നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ആൾക്കാർ തന്നെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഭാഗവതത്തിലെ ഓരോ കഥയും പ്രധാനമാണ്. ഇന്ന് സാധാരണ നമ്മൾ ശ്രീകൃഷ്ണ കഥാമൃതം ഇവിടെ ഇരുന്ന് വായിച്ചിട്ട് പറയുക പതിവ്. ഇന്ന് എന്താണെന്നറിയില്ല, അവിടുന്ന് പോന്നപ്പോൾ ശ്രീകൃഷ്ണ കഥാമൃതമൊക്കെ എടുത്തു വെച്ചും കൂടി ബാഗിൽ വെച്ചെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ തോന്നണത് ഇത് ഒന്നും കൂടിയും ഊട്ടി ഉറപ്പിക്കണം നമ്മുടെ ഉള്ളിലെന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ എന്താ നാമം ജപിക്കുന്നു അത്രയേ ഉള്ളൂ, എന്തത്ര പ്രയാസം എന്ന് തോന്നും. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ കഥ പറയും. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹനുമാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കുക. നമ്മൾ ചെന്ന് ഹനുമാൻ സ്വാമിയെ നമസ്കരിക്കുമ്പോൾ അനുഗ്രഹിക്കുക എന്താണെന്ന് അറിയോ, എന്നെപ്പോലെ നാമം ജപിക്കാൻ പറ്റാണ്ട് പോട്ടെ എന്ന്. കാരണം എന്താ, അതെ അങ്ങനെയാണ് അനുഗ്രഹിക്കുക. കാരണം എന്താ, ഹനുമാൻ സ്വാമിക്ക് രാമനാമം ജപിക്കണമെന്നുണ്ട്. പക്ഷേ രാമ എന്ന് പറയുമ്പോഴേക്കും സമാധിയായി ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ച് കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് രാമനാമം ജപിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് ആരൊക്കെ നാമം ജപിക്കുന്നുണ്ടോ അവിടെ വന്നിരുന്ന് ഹനുമാൻ സ്വാമി കേൾക്കണത്. ഹനുമാൻ സ്വാമിയുടെ അത്രയും ഒരു ഭാവമാണ്. രാമൻ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ അദ്ദേഹത്തിന് പറ്റണില്ല, അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട്. അപ്പോൾ അദ്ദേഹം അനുഗ്രഹിക്കുക എന്നെപ്പോലെ നാമം ജപിക്കാൻ പറ്റാണ്ട് പോട്ടെ എന്ന്. കാരണം നാമം ജപിക്കാൻ പറ്റാണ്ട് പോട്ടെ എന്ന് വെച്ചാൽ അത്രയും നമ്മുടെ ഉള്ളിൽ ഭഗവാൻ തെളിയട്ടെ, ആ അനുഭവം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട. എത്ര കാലം രാമനാമം കേൾക്കാൻ സാധിക്കുമോ അത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. വേറെ ഒന്നും വേണ്ട, ഒന്നുമില്ല. അദ്ദേഹത്തിന് ഊണില്ല, ഉറക്കമില്ല, സന്ധ്യാവന്ദനമില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന് എന്തേ ഉള്ളൂ, ഈ രാമനാമ ജപം. എവിടെയാണോ ശ്രീരാമ കഥകൾ പറയണത്, എവിടെയാണോ നാമം ജപിക്കണത്, ആ ഒരു നാമം ജപിക്കണോർത്തിരുന്നത് ഇങ്ങനെ കേട്ട് 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 കണ്ണുനീര് എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, അങ്ങനെയാണത്രേ ആ ഹനുമാൻ സ്വാമി പറയണേ. അപ്പോൾ അതുപോലെ നമ്മളും അതെ, ഓരോരുത്തരുടെയും ഈശ്വരൻ പല ഭാവത്തിൽ. ഇപ്പോൾ ഇവിടെ വരണം, ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ എന്താ പ്രാർത്ഥിക്കുക, ഇവിടെ വരുമ്പോൾ മുല്ലോർലി തേവരെ രക്ഷിക്കണേ, രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കരുതേ. നമുക്ക് കുറേ ലിസ്റ്റ് ഉണ്ടാവും, അത് കൊടുക്കും. അത് കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന ഗണപതി ഭഗവാനോടും ഇതന്നെ പറയും, വിഘ്നങ്ങൾ ഉണ്ടാക്കരുതേ, അതിന് തടസ്സം നീക്കി തരണേ, കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സം നീക്കി. ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ പറയും. അപ്പുറത്ത് ചെന്നിട്ട് അവിടെ ചെന്നാൽ ദേവിയുണ്ട്, മഹാദേവനുണ്ട്, ശാസ്താവുണ്ട്, അവിടെയും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയണേ. അപ്പോൾ പറയണു അങ്ങനെയല്ല, അങ്ങനെയൊന്നും പറയണ്ട. പറയണെന്താ, എവിടെ ചെന്നാലും ഭഗവാനെ ആ ഉള്ളിൽ ആ ഭഗവാനോടുള്ള പ്രേമഭക്തി ഉണ്ടാവണേ. ഗോപികമാർ പ്രാർത്ഥിച്ചില്ലേ കഴിഞ്ഞ ദിവസം, എവിടെയാണോ ഇരിക്കണേ, എവിടെ ഇരുന്നാലും ഏതേത് ശരീരങ്ങൾ ലഭിച്ചാലും എവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിലും ഹൃദയപത്മത്തിലെ ഭഗവാനെ അവിടുത്തെ പാദങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടു പോകരുതേ, അത് ഉറച്ചിരിക്കണേ. ഞങ്ങളുടെ നാവുകൾ അവിടുത്തെ നാമം ജപിക്കാൻ മാത്രമായിട്ട് തീരണേ, വേറെ ഒന്നിനും ഇച്ഛയുണ്ടാവരുത് എന്നാണ് പ്രാർത്ഥിച്ചത്. അത് നമ്മുടെ ഉള്ളിൽ വന്നു ചേരുമ്പോൾ ബാക്കിയെല്ലാം എല്ലാ പ്രാരാബ്ധങ്ങളും
അകന്നു പോകും, നമ്മളെ ബാധിക്കാണ്ട് പോകും. കാരണം ചെയ്ത കർമ്മത്തിൻ്റെ പ്രാരാബ്ധം അത് നമ്മൾ അനുഭവിക്കാണ്ട് പറ്റില്ല, പക്ഷെ അത് നമ്മൾ ബാധിക്കാണ്ട് പോകും. നമ്മളെങ്ങനെയാണോ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു, അതിലൊരു ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്ന് പറയുമ്പോൾ അവർ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നമ്മളെ ഉറക്കി കിടത്തിയിട്ടോ മരവിപ്പിച്ചിട്ടോ ചെയ്യും. അപ്പോൾ അത് മുറിച്ച് കളയുന്നുണ്ട്, അതിന് വേദന നമ്മൾ അറിയാണ്ട് പോവുകയാണ് ഈ ഇതുകൊണ്ട്. അതുപോലെ നമ്മളെ അത് ബാധിക്കണില്ല, അങ്ങനെ നമ്മളെ ബാധിക്കാണ്ട് പോകും. മറ്റുള്ളവർക്കൊക്കെ കാണണവർക്കൊക്കെ തോന്നും എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദുരിതമാണ് ഇവരുടെ കാര്യം. കഷ്ടം എന്ന് പറയാനേ പാടില്ല എന്നാണ് പറയണേ. കഷ്ടം എന്നുള്ളൊരു വാക്കേ ഉപയോഗിക്കാൻ പാടില്ല അത്രേ. അത് അത്രയും ദോഷമാണ്. കഷ്ടം എന്ന് ഉപയോഗിക്കാനേ പാടില്ല. പിന്നെ എല്ലാം കഷ്ടമായിട്ട് തീരുന്ന പറയും. കഷ്ടം എന്ന് പറയാനേ പാടില്ല എന്നാണ് പറയണത്. എല്ലാം കാരണം ഓരോരുത്തരുടെ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ കഷ്ടതകൾ എവിടെയും നോക്കിയാൽ കഷ്ടതകൾ കാണില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, അങ്ങനെ കണ്ണ് കാണാത്ത ഒരു. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ അവരുടെയൊക്കെ കഷ്ടതകൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് കഷ്ടതയാണ്. എന്നിട്ട് അവർ ഭഗവാനെ മറന്നിട്ടില്ല, അങ്ങനെ ജീവിക്കണം. അതാ പറഞ്ഞ അവർ ഭഗവാനെ, എന്നിട്ടും അവരാശ്രയിക്കുന്നത് ആരെയാ? ഭഗവാനെയാണ്. അപ്പോൾ ആ ജീവന് അത് കഷ്ടതയല്ല, ജീവനതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് മാറി നിൽക്കണവർക്കാണോ എന്തൊരു ദുരിതവും കഷ്ടപ്പാടാണെന്നാണ് തോന്നണേ. അപ്പോൾ അവർക്കതൊന്നുമില്ല. അപ്പോൾ പറയണില്ലേ, ഒരു അത്യാശ്രമിയുടെ കഥ പറയും. ഇവിടെ എന്താ തൃച്ചംബരത്ത്, അവിടുത്തെ ഇലഞ്ഞിയുടെ പൂവ് അത് കായ ഉണ്ടാവില്ല, അത്രേ പൂക്കുള്ളൂ, കാക്കില്ല എന്ന്. കാരണം അതിൻ്റെ ചുവട്ടിൽ ഒരു അത്യാശ്രമി വന്ന് കിടന്നിരുന്നു. ആ അത്യാശ്രമിയുടെ ശരീരം മുഴുവനും വ്രണങ്ങളായിരുന്നു. ആ വ്രണങ്ങളിലേക്ക് കായ വന്ന് വീണ് കഴിഞ്ഞാൽ അത്ര വേദന ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അതിൽ കായില്ലാണ്ട് പോട്ടെ എന്ന്. എന്നിട്ട് ഭഗവാൻ അടുത്തിരുന്നിട്ട് ഈ ആ ഭഗവാന്റെ പീലി കൊണ്ട് അങ്ങനെ അതിങ്ങനെ മാറ്റി ഇങ്ങനെ കളഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഭഗവാൻ വിചാരിച്ചാൽ ഒന്ന് തലോടിയാൽ മതി, ആ രോഗം മാറാം. പക്ഷെ ഭഗവാൻ പറയുന്നത് കർമ്മ പ്രാരാബ്ധമാണ്, അത് അനുഭവിച്ച് തീരാണ്ട് അത് മാറ്റി കളഞ്ഞാൽ വേറെ രീതിയിൽ വന്ന് കൂടും. അപ്പോൾ അതുകൊണ്ട് ചില ഡോക്ടർമാർ പറയില്ലേ, മരുന്നുകൾ ഒരു അസുഖം വരുമ്പോഴേക്കും മരുന്നുകൾ അങ്ങോട്ട് കഴിച്ചാൽ അതിനങ്ങോട്ട് അമർത്തിയാൽ അത് വേറെ രീതിയിൽ വരും. അപ്പോൾ അത് കാരണം അങ്ങനെ വരരുത്. ആയുർവേദത്തിൽ പ്രത്യേകം പറയും, എന്ത് രോഗം വന്നാലും മരുന്ന് കഴിച്ചിട്ട് ആദ്യം അതിനൊക്കെ അധികമാവും, എന്നിട്ടേ കുറവാവുള്ളൂ. കാരണം എല്ലാം പുറത്തേക്ക് കളഞ്ഞിട്ട് എന്ന് പറയും. അതുപോലെയാണ് ആ അത്യാശ്രമിയുടെ കഥ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്നു ചേരണ പ്രാരാബ്ധം അയാൾക്ക് പക്ഷേ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, കാണണവർക്കൊക്കെ സങ്കടം. അങ്ങനെയാണ്. ഇങ്ങനൊരു എത്രയുന്നതായിട്ട് കുറൂരമ്മയുടെ കഥ കേൾക്കുമ്പോൾ നമുക്കൊക്കെ കുറൂരമ്മയുടെ ഒരു കഥ കുറൂരമ്മയെ പറ്റി പറയുമ്പോൾ തന്നെ ആൾക്കാർ, നമ്മളൊക്കെ കണ്ടതാ കുറൂരമ്മയുടെ ഒരു സീരിയൽ, അത് കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് ഒരുവിധം. അതിൽ കുറൂരമ്മയെ സങ്കടപ്പെട്ട് കരഞ്ഞ് കുറൂരമ്മയ്ക്ക് വയ്യാണ്ടായി. പക്ഷേ വാസ്തവത്തിൽ അതിൽ കുറൂരമ്മ കരയണമൊന്നുമില്ല. കാരണം കുറൂരമ്മയ്ക്ക് ഒരേ ഒരു ഇച്ഛയുള്ളൂ, ബാലഗോപാലിനെ കാണണമെന്ന്. അതിനുവേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ്. ഇതിനൊക്കെ ഉൾക്കൊള്ളാൻ കുറൂരമ്മയ്ക്ക് കഴിഞ്ഞു. മാറി നിന്ന് നോക്കണവർക്കാണ് കുറൂരമ്മയ്ക്ക് ദുരിതമെന്നുള്ളൂ. അതുപോലെ അതായത് നമുക്ക് ഈ ദുഃഖത്തിനെയാണ് കൂടുതൽ, നമ്മളെ സുഖം അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാവില്ല. നമ്മൾ ഈ ദുഃഖത്തിൽ കിടക്കണ കാരണേ നമ്മളെപ്പോഴും ദുഃഖത്തിനെ പറ്റി മാത്രം നമ്മളുടെ ചിന്ത. അത് കാരണം ഈ ദുഃഖം കൊണ്ട് ഇപ്പോൾ കരയണ സീരിയലുകൾ വന്നതും കരയണ സിനിമകൾ വന്നതൊക്കെ എന്താ, നമ്മളെ മുതലെടുക്കാൻ വേണ്ടി. അതിലങ്ങോട്ട് നമ്മൾ തന്മയീഭാവം വരും. എന്നിട്ട് സിനിമയൊക്കെ കണ്ടിരുന്ന് സിനിമാ തിയേറ്ററിലൊക്കെ വന്ന് ഉറക്ക കരയണ ആൾക്കാരെ കാണാം. അത് സിനിമയാണ്, അഭിനയിച്ച് അവർ പൈസ ഉണ്ടാക്കാനാണെന്നൊന്നും വരില്ല. കാരണം തന്മയീഭാവം വരികയാണ്, അവനവൻ്റെ ജീവിതത്തിനോട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ വരികയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ശരിക്കും എന്താ, പൂന്താനായാലും സത്യം തിരിച്ചറിയുക ചെയ്തേ. ദുഃഖിച്ചു പൂന്താനം. കുട്ടി മരിച്ചപ്പോൾ ദുഃഖിക്കാണ്ടൊന്നും ഇരുന്നില്ല, മനുഷ്യനല്ലേ ദുഃഖിക്കാണ്ടിരിക്കുമോ. പക്ഷെ ദുഃഖിച്ചു എന്നുണ്ടെങ്കിലും ആ ദുഃഖത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ ഈശ്വരനെ ആശ്രയിച്ച് ആ ഭഗവാന്റെ ആ സച്ചിദാനന്ദം ഉള്ളിലങ്ങോട്ട് നിറഞ്ഞപ്പോൾ, ഉള്ളിൽ ഏത് സമയം ആ കൃഷ്ണൻ്റെ ബാലലീലകൾ നിറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് അറിയാണ്ട് പുറപ്പെട്ടു വന്നതാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നുള്ളൊരു വരി. ആ വരിയിൽ നിന്നാണ് ജ്ഞാനപ്പാന ഉണ്ടായത്.
ആ ഒരൊറ്റ വരിയിൽ നിന്നാണ്. അപ്പോൾ എന്തിനാ ഞാനിനി വേറെ പുറമേ ഒരു കുട്ടിയെ ആഗ്രഹിക്കണത്? അതിനെ ആഗ്രഹിച്ച് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാലും എപ്പോൾ വേണമെങ്കിലും അത് വിട്ടു പോവാം. ഇനി നാളെ അതിന് മരണം സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അത് ജീവൻ ഉണ്ടായാലും എത്ര കാലം കൂടെ ഇരിക്കും? അത് കൂടെ ഇരിക്കില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു നിത്യവും നമ്മുടെ കൂടെ ഇല്ലാണ്ട് നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കാത്തൊരു മക്കളേക്കാൾ നിത്യാനന്ദം നൽകുന്ന ആ സച്ചിദാനന്ദ കട്ട ഉള്ളിലിരുന്നിട്ട് എപ്പോഴും ആനന്ദം തരുന്നു വെച്ചാൽ ഈയൊരു ഉണ്ണിയല്ലേ വേണ്ട, ഇനി വേറെ എനിക്ക് മക്കളെന്തിനാ എന്നുള്ള ആ ഒരു ഭാവം ഉള്ളിൽ നിറഞ്ഞു. ആ ഭാവത്തിൽ നിന്നാണ് അതിമനോഹരമായിട്ടുള്ള ജ്ഞാനപ്പാന രൂപം കൊണ്ടത്. ആ ജ്ഞാനപ്പാന അത് ആ ഭഗവാന് പൂന്തേനമൃത് എന്നാ പറയുക. അതിന് തേനമൃതാണ് ആ ജ്ഞാനം ഭഗവാന് സമർപ്പിച്ചതാണ്. ഭഗവാന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കൃതിയും കൂടിയാണ് അത്. ഭഗവാൻ തന്നെ നേരിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യണത്. കാരണം മേൽപ്പത്തൂർ ഭട്ടേരിപ്പാടിനോട് ഇതിൽ തെറ്റുണ്ടോ എന്ന് നോക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം, അപ്പോൾ അന്ന് കാലത്തൊന്നും ഈ മലയാളത്തിൽ എഴുതണവരൊന്നും ഇല്ല, അതൊക്കെ കുറവാണ്, സംസ്കൃതമാണ് കൂടുതൽ. പണ്ഡിതന്മാരൊക്കെ സംസ്കൃതത്തിലാണ് എഴുതുക. അപ്പോൾ ഈ സംസ്കൃതത്തിൻ്റെ പണ്ഡിതനാണ്, അപാര പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് ശരിയാക്കി തരാൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് ഇത് മലയാളമല്ലേ, ഇത് ഭാഷാശ്ലോകമല്ല, ഇത് വേറെ ആരെങ്കിലും കാണിക്കും, എനിക്ക് നേരമില്ല എന്നുള്ളൊരു ഭാവം. അതായത് അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്. ആ എത്രയും ഭക്തി ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ അഹം പോവില്ല. നമ്മുടെ ഉള്ളിലെ അഹം പോയില്ലെങ്കിൽ നമുക്ക് അത് ഇതാണ് ഭക്തനെ. അപ്പം അത് ഭഗവാൻ അറിയാം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്, ഭഗവാന്റെ നിയോഗത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ആ ജ്ഞാനപ്പാന ഭട്ടേരിക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നിയോഗിച്ചതും ആരാ? ഈ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ വേഗം അത് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വാതരോഗം പൂർണ്ണമായ വാതരോഗം കൂടുകയാണ്. കൂടുമ്പോൾ ചോദിക്കണു, ഭഗവാൻ ചോദിക്കണ, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്നുള്ള വാചകമാണ് ഭഗവാൻ ചോദിച്ചത് അത്ര. പറഞ്ഞു ആ സംസ്കൃതമൊക്കെ ആണെങ്കിലും അതിനേക്കാളും എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തി എനിക്കിഷ്ടമാണ്. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇത് നാരായണീയെ എഴുതാൻ ഇവിടെ വന്നിരിക്കാനും എഴുതാനും നിമിത്തമായത് എന്താ? അങ്ങയുടെ രോഗം മാറണം എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് എന്നെ ആശ്രയിച്ചതാണ്. അതിൽ ആദ്യം തന്നെ എഴുതി തുടങ്ങിയതും അങ്ങനെയാണ്, രോഗം മാറണേ എന്നാണ്. പിന്നീടല്ലേ ഇത് ആ ഭക്തിയായിട്ട് പരിണമിച്ചത്. ഇദ്ദേഹം ഒരിക്കൽ പോലും എന്നോട് കരഞ്ഞ് ചോദിച്ചിട്ടില്ല, എന്തിനാ കണ്ണ ഒരു ഉണ്ണിയെ തന്നിട്ട് തിരിച്ചെടുത്തതെന്നുള്ളത് ചോദിച്ചിട്ടില്ല. കർമ്മപ്രാരാബ്ധമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി എൻ്റെ കഥകളിലൂടെ ഭാഗവതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വയം ആ ഉള്ളിൽ നിറഞ്ഞ ഭാവം കൊണ്ടുവന്ന കൃതിയാണ്. അത് ഭക്തി കൊണ്ടാണ് എഴുതിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് ഭക്തിയിൽ നിന്നുണ്ടായതാണ്. അങ്ങയുടെ ആദ്യ കർമ്മപ്രാരാബ്ധം തീരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഭക്തിയിൽ അവസാനിച്ചു. മറ്റത് ഭക്തിയിൽ നിന്നാണ്, ഉറവിടം തന്നെ അതിൻ്റെ ഭക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ്, ആ ഭക്തിയാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് വേറെ ഞാനിതാ ആരുടെയും ഒന്നും അല്ലേ. ഗോപികമാർക്ക് എന്തറിയാം? ഗോപികമാർക്ക് ഒന്നും അറിയില്ല അല്ലേ. പാല് വിറ്റ് പശുവിനെ കുളിപ്പിച്ച് ചാണകം വാരി നടക്കുന്ന ഗോപികമാർ. ആ ഗോപികമാരാണ് ഈ എല്ലാ പ്രപഞ്ചത്തിനും ഏറ്റവും കൂടുതൽ ആ ഭക്തിയുടെ ഏറ്റവും കൂടുതൽ ഭഗവാൻ പ്രിയപ്പെട്ടവർ. ആ ഭക്തിയിൽ ഗോപികമാരെ കവിഞ്ഞ് വേറെ ആരുമില്ല. ഏറ്റവും പ്രഥമ സ്ഥാനം ഗോപികമാർക്കാണ്. അവർക്ക് എന്താ അറിവുണ്ടായതാ? അവർക്കൊന്നും അറിയുണ്ടായില്ല. അവരിതാ ആ കൃഷ്ണനെ ആദ്യമൊക്കെ സ്നേഹിച്ചത് ഒരു ഉണ്ണി എന്നുള്ള ഭാവത്തിൽ സ്നേഹിച്ചു. പിന്നെ സ്നേഹിച്ച് ആ കൃഷ്ണൻ്റെ ആ രൂപവും ഭാവവും അതിനോട് സ്നേഹിച്ച് പിന്നെ ആ കൃഷ്ണനെ പറ്റി പറഞ്ഞ് അവരുടെ ഉള്ളിൽ കൃഷ്ണൻ നിറഞ്ഞപ്പോൾ ആ കൃഷ്ണനെ വിട്ട് പിരിയാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ആ കൃഷ്ണനെ വിട്ട് പിരിയാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴും അതായത് ഗോപികമാരുടെ ആ ഒരു പ്രേമത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ പറയും ഇങ്ങനെ ഓരോ ദിക്ക് ഭാവം എന്ന് പറയും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കാന്ന് വെച്ചാൽ ഈ ഭക്തി എന്നാ പറയുക. അപ്പോൾ ജാരഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഭാഷയിൽ ജാരൻ എന്ന് പറഞ്ഞാൽ ആരാ?
ഭർത്താവ് അല്ലാണ്ട് വേറൊരാളെ അന്യപുരുഷനെ സ്വീകരിക്കുക, അതാണ് ജാരൻ എന്ന് പറയുക. പക്ഷേ ജാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജാരഭക്തിയിൽ ജീർണിച്ചു പോകുന്നതാണ്. ജാരഭക്തിൻ്റെ ജീർണിച്ചു പോകുന്ന ഒരു ഭക്തി എന്ന് വെച്ചാൽ, ജീർണിച്ചു പോകാൻ വെച്ചാൽ ആ രൂപത്തിനെ കണ്ടിട്ട് അതിലാണ് അവർ ഭ്രമിച്ചിട്ടെ. അപ്പോൾ ആ രൂപമല്ല ഭഗവാൻ, രൂപം കൊണ്ടല്ല നമ്മൾക്ക് ആ രതി ഉണ്ടായത് ഭഗവാനിൽ എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ, നമ്മളിപ്പോൾ അച്ഛനെ സ്നേഹിക്കുന്നു, അമ്മയെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെയൊക്കെ സ്നേഹിക്കുന്നു. പക്ഷേ ആ ശരീരത്തിനെയാണ് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷേ ആ ശരീരത്തിൽ നിന്ന് ആ ജീവൻ പോയി കഴിഞ്ഞാൽ, അത് മൃതശരീരമായി കഴിഞ്ഞാൽ, ആ മൃതശരീരത്തിനെ അവിടെ വച്ചിട്ട് കിടക്കുമ്പോൾ അതിനെ നമുക്ക് ആ ഭർത്താവിനെ സ്നേഹിച്ച പോലെ മൃതശരീരത്തിനോടുള്ള സ്നേഹം നമുക്ക് ഉണ്ടാവുമോ? നമുക്ക് ആദ്യത്തിലൊക്കെ ഉണ്ടാവും. ഇതിട്ട് നമ്മളെല്ലാവരും കൂടി ഇരിക്കും, പറയാം അയ്യോ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു എന്ന് വരും. എന്നാൽ ശരി, കൊണ്ടുപോകണില്ലേ, അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കിടത്തിയിട്ട് നമ്മളെല്ലാവരും പോയി അവർ തന്നെ അവിടെ ഇരിക്കുകയാണെങ്കിൽ എത്ര നേരം ഇരിക്കും? അപ്പോഴേക്കും അവർക്ക് ഭയമാവും, അവർക്ക് പറ്റില്ല. അതുപോലെ പിന്നെ അത് ജീർണിച്ച് കഴിഞ്ഞാൽ, ജീർണിച്ച് ദുർഗന്ധം വമിച്ച് തുടങ്ങിയാലോ? അപ്പം നമ്മൾ ആ ശരീരത്തിനെ അല്ല നമ്മൾ സ്നേഹിച്ചത്, ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനെയാണ് സ്നേഹിച്ചത്, ആത്മഭാവത്തിലിരിക്കുന്ന ഈശ്വരനെയാണ് സ്നേഹിച്ചത് എന്നുള്ള ആ സത്യമാണ് അത്. അതുപോലെ ഈ ഗോപികമാർക്ക് ബോധിപ്പിച്ചു കൊടുക്കണം. അവരുടെ ജാരഭക്തി എന്ന് പറഞ്ഞാൽ അതാണ് ജാരഭക്തി. അല്ലാണ്ട് പരപുരുഷനോടുള്ള തോന്നണ ഒരു തൻ്റെ ഭർത്താവിനെ വിട്ടിട്ട് അല്ലെങ്കിൽ തൻ്റെ മറ്റൊരു പുരുഷനെ സ്വീകരിക്കുന്ന ഭാവം എന്നല്ല. അവരുടെ ജീർണിച്ച് പോവും. ജീർണിക്കുക വെച്ചാൽ ഒരു രൂപത്തിനെ കണ്ടിട്ട് സ്നേഹിച്ചു, ആ രൂപം ഇല്ലാണ്ടായാൽ പിന്നെ അവിടെ ഇല്ലാണ്ടായില്ലേ. അപ്പം അങ്ങനെയല്ല, ആ രൂപത്തിൻ്റെ ഉള്ളിലിരിക്കുക, ആ രൂപമല്ല ഞാൻ, നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നതാണ് എന്നുള്ള സത്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലേക്ക് തന്നെ ഭഗവാൻ മറഞ്ഞു. എന്നിട്ട് അപ്പോൾ ആ മറഞ്ഞ ആ ഭഗവാനെ അവർക്ക് അനുഭവമാവാൻ വേണ്ടിയിട്ട് എന്തുണ്ടായി? അവരിതാ ധാരാളം എപ്പോഴാണോ അവർക്ക് ഇത് ഭക്തിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയണ പോലെ നമുക്ക് ഭക്തി ഉണ്ടാവാൻ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അവർക്ക് അവരുടെ കൂടെ ഉണ്ടായ കൃഷ്ണൻ മറിഞ്ഞപ്പോൾ അവർക്ക് ആകെ വിഷമായി. അപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മളൊക്കെ സാധാരണ ചെയ്യാറില്ലേ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ വിട്ടുപോയാൽ നമ്മളെന്ത് ചെയ്യും? അവർ ചെറുപ്പത്തിലേ തൊട്ടുണ്ടായ ഓരോ കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞ്, അത് പറയുമ്പോൾ നമുക്ക് കരച്ചിലാണ് വരിക അല്ലേ, നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇതങ്ങനെയല്ല, അത് പറഞ്ഞ് ചെറുപ്പത്തിലെ കളിച്ച ഓരോ കളികൾ അങ്ങനെയൊക്കെ ആയിട്ട് അവർ സ്വയം അത് കളിക്കാൻ തുടങ്ങി. ഒരാൾ പൂതനയാവണു, ഒരാൾ കൃഷ്ണനാവണു, അങ്ങനെയുള്ള ഓരോ കളികളും കളിച്ച് അവരുടെ ഉള്ളിൽ വീണ്ടും ഭക്തി നിറയുകയാണ്. ആ ഭക്തി നിറയണ സമയത്ത് അവർക്ക് ആ കൃഷ്ണൻ ഇല്ലാണ്ട് തന്നെ ആ കൃഷ്ണാനന്ദം അനുഭവിക്കാനായിട്ട് സാധിച്ചപ്പോൾ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ശരീരമല്ല, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. അത് അവർക്ക് ബോധ്യമായി. അതാണ് അവർ ഗോപികാ ഗീതത്തിൽ പാടിയത്, ഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മാതൃക്ക്. എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് പറഞ്ഞപ്പോൾ, ആ ബോധ്യം അവർക്ക് വന്നപ്പോൾ ഭഗവാൻ ആ സ്വരൂപം അവരുടെ മുമ്പിൽ, നമുക്കും അങ്ങനൊരു ബോധ്യം വന്നാൽ നമ്മുടെ മുമ്പിലും ഭഗവാൻ പ്രകടമാവും. അങ്ങനൊരു ബോധ്യം വരുന്നവരെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കണം. ഗോപികമാർ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ച് ഈ ഒരു ഭാവം നമ്മുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ടാണ് ഈശ്വരൻ ഇരിക്കണേ എന്നുള്ളത് അനുഭവമാക്കി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ മുമ്പിലും സാക്ഷാൽ മന്മഥനായിട്ട് പ്രത്യക്ഷപ്പെടും. അതുപോലെയല്ലേ ബാലഗോപാലനെ അങ്ങനെ ഒരു സാക്ഷാത്കാരം വന്നപ്പോഴല്ലേ കുറൂരമ്മയുടെ മുമ്പിൽ എത്ര കൊല്ലത്തെ തപസ്സാണ്, 19 കൊല്ലത്തെ തപസ്സാണ് കുറൂരമ്മയുടെ അല്ലേ, 50 കൊല്ലത്തെ. കാരണം ഒരു 4 വയസ്സിൽ തുടങ്ങിയതാണ്, 50-60 വയസ്സ് വരെ ഉള്ളത്. അപ്പോൾ ഒരു 19 കൊല്ലത്തെ ഒരു തപസ്സിനെ അടക്കിയാണ്. പിന്നെ അധികം കാലമൊന്നും ആ രൂപത്തിൽ കൂടെ ഉണ്ടായില്ല. അപ്പോൾ അത് ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുക ചെയ്തേ കുറൂരമ്മ. അപ്പം അത് നമ്മളെ ബോധിക്കണമെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെ ബോധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഭഗവാന്റെ ലീലകൾ, ആ ഭക്തന്മാരുടെ കഥകൾ, ഭക്തന്മാർക്കുണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കേൾപ്പിക്കുന്നത്. പറഞ്ഞ് കേൾക്കും തോറും നമുക്ക് എന്തിനാ രുചി കൂടേണ്ടത്? ഭഗവാന്റെ കഥകൾ കേൾക്കും തോറും ഭഗവാനോട് ഇഷ്ടം ഉണ്ടാവണം.
ഭഗവാനോട് ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ കിട്ടണം എന്നൊരു കൊതി വേണം നമ്മുടെ ഉള്ളിൽ. ഭഗവാനിൽ നിന്ന് കിട്ടണം എന്നല്ല വേണ്ടത്. പാൽപ്പായസം കഴിപ്പിക്കാൻ ഭഗവാനെ എനിക്ക് എൻ്റെ മോന് ജോലി കിട്ടണേ, എത്ര 1,00,000 ജോലി കിട്ടാനാണ് ഈ 30 ഉറുപ്പ്യയുടെ പാൽപ്പായസമോടെ കഴിപ്പിക്കുക. അതും ജോലി കിട്ടിയാൽ മാത്രം കഴിപ്പിക്കാം, അല്ലെങ്കിൽ ഇല്ല എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഭഗവാനിൽ നിന്ന് കിട്ടണേന്ന് വിചാരിക്കുന്നത്, ഭഗവാനെ നിന്ന് ഗോപികമാരെന്താ പറഞ്ഞത്? ഭഗവാന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും വേണ്ട. അവർ കൊടുക്കുന്ന സാധനങ്ങൾ ഭഗവാൻ സന്തോഷിച്ചാൽ മതി. എവിടെ ഇരുന്നാലും ഭഗവാൻ സന്തോഷിച്ചാൽ മതി. എവിടെയാണോ ഭഗവാൻ ഇരിക്കുന്നത് അവിടെ ഭഗവാൻ സന്തോഷിച്ചാൽ മതി. ഭഗവാനിൽ നിന്നൊന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി എന്നാണ് ഗോപികമാർ പറഞ്ഞത്. അതുപോലെ ആ കണ്ണനെ കിട്ടാൻ നമ്മളും കൊതിക്കണം. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ പിന്നെ എന്താ അല്ലേ? ആ ഭഗവാനെ മാത്രം മതി എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അതാണ് നാമം ജപിച്ച് ഒരേ നാമത്തിൽ മാത്രം മനസ്സ് അർപ്പിച്ചിട്ട് ആ കുറൂരം ഇരുന്നു അല്ലേ? ഒരൊറ്റ നാമം. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസദാം പുരതോ മമ. ആ ഒരൊറ്റ നാമത്തിൽ മനസ്സുറപ്പിച്ചിരുന്നിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടി. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൊതിയാവണം, നമുക്കും ഈശ്വര സാക്ഷാത്കാരം നേടണം, നമ്മുടെ മുമ്പിലും കണ്ണൻ വരണം എന്നൊക്കെ നമുക്ക് കൊതിയാവണം. ആ കൊതിയോട് കൂടിയിട്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കുക. എങ്ങനെയാണ് കുറൂരമ്മ കിട്ടിയ നാമം ജപിച്ചിട്ട്. അപ്പോൾ കലികാലത്ത് ഏത് നാമമാണ് ഏറ്റവും നല്ലത്? കലികാലത്ത് കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം എന്നാണ് പറയുക. ഹരേ രാമ മന്ത്രത്തിന് കലിസന്ധരണ ഉപനിഷത്ത്. എല്ലാ കലിദോഷങ്ങളെയും നീക്കാനുള്ളതാണ് കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രമാണ്. അത് ജപിക്കുക തന്നെ വേണം. അപ്പോൾ അത് നമുക്ക് കണ്ണനെ കിട്ടണമെന്ന് എത്ര ആഗ്രഹമുണ്ടോ, കണ്ണനെ നമുക്ക് അനുഭവിക്കണമെന്ന് എത്ര ആഗ്രഹമുണ്ടോ, ആ ആഗ്രഹത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ട് നമ്മുടെ നാമജപത്തിനും തീവ്രത കൂടും. അതൊക്കെ ഓരോ ജീവൻ്റെയും കിട്ടില്ലേ എന്ന് സംശയിച്ചിട്ട് കൊണ്ട് കിട്ടില്ല. അത് ഉറപ്പാവണം നമ്മുടെ ഉള്ളിൽ, ദൃഢമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ നാമജപത്തിനേക്കാൾ അപ്പുറം. ഇപ്പോൾ ബോംബെയിൽ പോയ അവരുടെ കഥ പറഞ്ഞില്ലേ, അവരും വീടും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കണവരാണ്, അവർക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ മാമി വിളിച്ചപ്പോൾ പറഞ്ഞു എവിടെയോ അവർ ചെയ്യണ ഓരോ പ്രവൃത്തിയും എന്താണെന്നറിയോ? ഈശ്വര പൂജയായിട്ടാണ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ആ മാമി പറഞ്ഞു, മാമി എവിടെയോ പോയേക്കായിരുന്നു, ആർക്കോ വയ്യാണ്ട് അവിടെ പോയേക്കായിരുന്നു. അപ്പോൾ വയ്യാണ്ട് പോയ സമയത്ത് അവർക്ക് ശുശ്രൂഷിക്കാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ പോവാണ്ടൊന്നും ഇരിക്കില്ല. പക്ഷേ അത് ചെയ്യുമ്പോഴും ഈശ്വര ശുശ്രൂഷ, ഈശ്വരനെ പൂജ പോലെ തന്നെയാണ് അവരപ്പോഴും. അപ്പോൾ അവർക്ക് അവിടെ പോയി അതൊക്കെ ചെയ്ത് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വൈകുന്നേരം ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? 5 മണിക്ക് എനിക്കെന്ത് 3 മണിക്ക് എനിക്കും ഭഗവാന്റെ കാര്യം കഴിയാണ്ട് അങ്ങോട്ട് പോവില്ല. സമയമില്ല എന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല എന്നാണ് അവർ പറയണത്. സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ, ഈശ്വരൻ്റെ കാര്യത്തിന് സമയമില്ല എന്ന് പറയാൻ പറ്റില്ല. 24 മണിക്കൂറും ഇല്ലേ? ആ ഉറങ്ങണ സമയം മാറ്റി വെച്ചുകൂടെ എന്നാണ് അവർ ചോദിക്കണം. ഉറങ്ങണ സമയം നീക്കി വയ്ക്കുക, എന്നിട്ട് ആ സമയത്ത് ഈശ്വര കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് മറ്റു ചെയ്താൽ മതി. നമ്മുടെ അടുത്ത് പണ്ടൊരു മഹാത്മാവ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്ന് ഗോപാൽജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെയൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് 2-3 ദിവസമൊക്കെ. അന്ന് ഈ പറഞ്ഞോണം തന്നെ നമുക്ക് ആ ഭഗവാന്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് എത്താത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലാവരും വന്നൊക്കെ കാണേണ്ട ഒരു മഹാത്മാവാണ്. ഉണ്ണിയേട്ടനൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറങ്ങേയില്ല. പറയണേ ഇത്ര വർഷം ഉറങ്ങി, ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല, പിന്നെ എന്തിനാ ഉറങ്ങും? രാത്രി മുഴുവൻ ഇരുന്ന് ജപിക്കും. എന്നിട്ട് ഏട്ടൻ അതങ്ങോട്ട് കാണുമ്പോൾ പരിഭ്രമമാണ്, ഉറങ്ങും, കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക ആളിങ്ങനെ എനിട്ടിരിക്കുക. അപ്പോൾ നന്ദൻ ചേട്ടൻ അത് കാണുമ്പോൾ ഈശ്വര വല്ല വയ്യാണ്ടാവുക അങ്ങനെ ഉറങ്ങാണ്ട് എന്നൊക്കെ തോന്നും. പക്ഷെ അദ്ദേഹം പറയണേ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഉറങ്ങുള്ളൂ, ബാക്കിയുള്ള സമയം മുഴുവനും ജപിച്ചുകൊണ്ടിരിക്കും. ജപമില്ലാത്ത സമയം ഈശ്വര കഥകൾ പറയും, അല്ലാണ്ട് വേറെ ലോകവർത്തമാനങ്ങളൊന്നും അദ്ദേഹം പറയില്ല. ആരോടും മിണ്ടില്ല, ഒരാളോടും മിണ്ടില്ല, ആരുടെ ഗൃഹത്തിലും പോയി താമസിക്കില്ല, ആരോടും മിണ്ടില്ല.
പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അവിടേക്ക് വരുന്നുണ്ട് നിങ്ങോട്ട് പറഞ്ഞിട്ട് വൃന്ദാവനത്തിൽ നിന്ന് എൻ്റെ കൂടെ വന്നത്, എൻ്റെ അടുത്തേക്ക് വന്നത്. അതൊരു ഭാഗ്യമാണ്. കോഴിക്കോട് വീട്ടിലും വന്നിട്ടുണ്ട്, ഇവിടുത്തെ വീട്ടിലും വന്നിട്ടുണ്ട്. അച്ഛൻ എൻ്റെ അച്ഛനൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയം. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഒരു തവണ, ചിലപ്പോൾ ആ ഒരു ദുഃഖം ഉള്ളിലുള്ളതുകൊണ്ടോ എന്തോ അറിയില്ല, ഇവിടേക്കും വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനെ ഞങ്ങൾ ആദ്യമായിട്ട് വൃന്ദാവനത്തിൽ വെച്ച് കാണുന്ന സമയത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു മഹാത്മാവുണ്ട് ഇവിടെ, ആരോടും മിണ്ടില്ല, ആരും ചെന്ന് നമസ്കരിക്കുകയൊന്നും ചെയ്യരുത്, അദ്ദേഹത്തിന് ഇഷ്ടമില്ല, അദ്ദേഹം എപ്പോഴെങ്കിലും പുറത്തു വരും, അതായത് അവിടെ ദീപാരാധന സമയത്തൊക്കെ പുറത്തു വരും, അപ്പോൾ കണ്ട് അകലെ നിന്ന് മനസ്സുകൊണ്ട് തൊഴുക, അത്രേ ചെയ്യാൻ പാടുള്ളൂ, അദ്ദേഹത്തിനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വന്ന് കണ്ട് ഇതൊക്കെ കഴിഞ്ഞു. ഒരക്ഷരവും മിണ്ടിയില്ല അദ്ദേഹം, അങ്ങനെയൊന്നും സംസാരിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നത്തെ തവണ ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് ഒരു ചാത്തു മുത്തശ്ശനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം രണ്ടാമത് വൃന്ദാവനത്തിൽ ചെന്ന് ഞാനവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹം ഓടി എൻ്റെ അടുത്തേക്ക് വന്നു, എന്നെ മനസ്സിലായോ. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവനും ചാത്തുകെട്ടാൻ അന്യായി വന്ന് നിൽക്കണമെന്നായിരുന്നു. അങ്ങനെ ആരുടെ അടുത്തേക്കും വരാത്തത്. അപ്പോൾ അവരും പറഞ്ഞത് ഒരു അത്ഭുതം തന്നെയാണ്, ഒരാളുടെ അടുത്തേക്ക് അങ്ങനെ വന്ന് സംസാരിക്കില്ല. അന്ന് തുടങ്ങിയ ബന്ധമാണ്. പിന്നെ എല്ലാ ദിക്കിലും ഓരോ ദിവസവും പോയി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നിരുന്ന് അന്ന് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ അതൊക്കെ ഇരുന്ന് കേൾക്കും. പിന്നെ കുറേ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, കഥകളൊക്കെ ഇങ്ങനെ നമ്മളോട് പറയും. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അവിടേക്ക് എനിക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം വന്നത് ഇവിടെയാണ്, ഈ വീട്ടിലേക്കാണ് വന്നത്, പന്തലൂർക്ക്. പിന്നെ അതിനുശേഷം ഒരു തവണ കോഴിക്കോട് വന്നിട്ട് അവിടെ 3-4 ദിവസം താമസിച്ചു. അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല. അദ്ദേഹം വന്നാൽ താമസിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കൾ ഞങ്ങൾ തമ്മിലൊന്നും കൂടി കുട്ടികളുണ്ടായിരുന്നില്ല ആ സമയത്ത്, ഞങ്ങൾ രണ്ടാളും കൂടി സംസാരിക്കില്ല. അവിടെ ഇദ്ദേഹം ജപിച്ചിരിക്കും, ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമയമാകുമ്പോൾ എപ്പോഴാണോ അദ്ദേഹം പറയുന്നത് അപ്പോൾ സത്സംഗം, അപ്പോൾ അടുത്തുള്ളവരൊക്കെ വിളിച്ചോളാൻ പറയും. അപ്പോൾ എപ്പോഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയും, അപ്പോൾ വിളിച്ചോളൂ എന്ന് പറയും. അപ്പോൾ വേഗം ഫോൺ വിളിച്ചിട്ട് ചുറ്റുവട്ടത്തു നിന്ന് വരാൻ പറ്റണവരോടൊക്കെ വരാൻ പറയും. അങ്ങനെ സത്സംഗമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഒരു അനുഭവമാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കളുണ്ട്. പറ്റില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കുകയാണ്. നമ്മൾ പല കാര്യങ്ങളും പറ്റില്ല എന്ന് പറയുന്നത് അറിയോ, നമുക്ക് അതിനോടുള്ള അത്ര ഇഷ്ടമില്ലാത്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ എന്തു തന്നെ ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ പണിയെടുക്കാം, അത് നാളെ ആവാം മറ്റന്നാളാവാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. ചെറുപ്പത്തിൽ എന്നെ ഒരിക്കലും സിനിമയ്ക്ക് പറഞ്ഞേക്കില്ല എന്ന് വെച്ചാൽ ഇഷ്ടമല്ല അച്ഛൻ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയേക്കണത് ചോറ്റാനിക്കരമ്മ, ശ്രീ ഗുരുവായൂരപ്പൻ, കൊടുങ്ങല്ലൂരമ്മ, അങ്ങനെയുള്ള സിനിമകൾക്ക് അച്ഛൻ തന്നെ കൊണ്ടുവരും, അല്ലാണ്ട് സിനിമയ്ക്ക് പറഞ്ഞേക്കില്ല. അപ്പോൾ കുറച്ച് പ്രായമായതിന് ശേഷം അടുത്തുനിന്നല്ല എല്ലാവരും കൂടി പോവും. തറവാട്ടിലുള്ള കുട്ടികൾ, അവിടെ ഉള്ളവരെല്ലാവരും കൂടി പോകുമ്പോൾ എനിക്ക് മോഹം ഉണ്ടാവും പോവാൻ. അപ്പോൾ ഈ സമ്മതിക്കാൻ വേണ്ടിയിട്ട് അതുവരെ മടി പഠിച്ചിരിക്കുകയെന്ന് വെച്ചാലും അന്ന് അവിടെ ശരിക്കും പറയാം സേവനവാരാണ്, വീടൊക്കെ നല്ല വൃത്തിയിലായി. നമ്മളുടെ കണ്ടിട്ട് ഞാൻ ഈ ഫോട്ടോ എന്ന് ചോദിച്ചാൽ സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യും നമ്മൾ. പക്ഷേ അങ്ങനെ പിന്നെ അവരാരെങ്കിലും സമ്മതിക്കൽ കുറവാണ്, സിനിമയ്ക്ക് അങ്ങനെ പറഞ്ഞേക്കില്ല, അത് അച്ഛന് ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞേക്കണത്. അങ്ങനെയാണ്. അപ്പം നമ്മൾ പറയാം, നമ്മളതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അപ്പം പിന്നെ ഒന്നിനും മടി, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ട് തോന്നും. അപ്പോൾ അതുപോലെയാണ്, നമുക്ക് ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. നാമം ജപിക്കാനും സമയം ഉണ്ടാവും, സത്സംഗത്തിലിരിക്കാനും സമയം ഉണ്ടാവും, എല്ലാത്തിനും നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇച്ഛ പോലെ വേണം. എല്ലാ കാര്യത്തിനും പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാമജപത്തിനും സത്സംഗത്തിനും ഈശ്വര കാര്യങ്ങൾക്കും ഒരു കാര്യമുണ്ട്, ഒന്ന് നമ്മൾ വിട്ടു നിന്നാൽ പിന്നെ അതങ്ങടെ അകന്ന് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളും ശക്തിയിൽ മായ പിടിച്ച് വലിക്കുകയാണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് ഒന്നകന്നു, ഭഗവാൻ നമ്മളിൽ നിന്ന് പോവില്ല, ഈ മായ ഇടയിൽ കയറി നിൽക്കും. അപ്പം നമുക്കൊരു വിള്ളൽ വരികയാണ്. പിന്നെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു തോന്നൽ മാറിയിട്ട് ലോകകാര്യങ്ങൾക്ക് നമുക്കത് അറിയുന്ന ഒരുപാട് ന്യായങ്ങൾ നമ്മൾ പറയും.
പണ്ട് കാലത്തൊക്കെ നമുക്ക് ഇങ്ങനെ വന്നിരിക്കേണ്ട ആലോചിക്കാൻ വയ്യ. ഇപ്പോൾ നമ്മളിതിൽ ഇരുന്ന് തുടങ്ങിയപ്പോൾ അതിന് സമയമുണ്ട്. അതിലും കൂടുതൽ എനിക്ക് സന്തോഷം ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ സുധയുടെ മെസ്സേജാണ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായത്. കാരണം ഇവിടെ തൃപ്രയാറ ഏകാദശിയുടെ അന്ന് നാമം ജപിച്ചു എന്ന് പറഞ്ഞു. ഏകാദശിയാണ്, നാമം ജപിച്ചില്ലേ എന്ന് എന്നിട്ട് അപ്പോൾ എന്നിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറയും എന്തായാലും വേണ്ടില്ല, അങ്ങനെ ഒരു ഇച്ഛ തോന്നിയില്ലോ, അത് പറഞ്ഞു സുലോചനേച്ചി പറഞ്ഞിട്ട് എന്നുള്ള വിവരം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴേക്ക് ഒരുപാട് സന്തോഷം തോന്നി. മറ്റത് അത് ചെയ്യണം കേട്ടോ ഇത് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ അല്ലാണ്ട് സ്വയം അങ്ങനെ നമ്മുടെ ഉള്ളിൽ തോന്നി തുടങ്ങുക എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കാരുണ്യമല്ലേ. അത് എന്തായാലും അത് ഈശ്വരൻ്റെ തേവരുടെ ഒരു കാരുണ്യമാണ്. തേവർക്ക് ആഗ്രഹമുണ്ട് ആ സമയത്ത് നമ്മളിവിടെ ഇരുന്ന് ജപിക്കണമെന്ന്. കാരണം എന്ന് വെച്ചാൽ തേവർക്ക് ഗുണത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം അല്ലേ, ഒരു ഇതുണ്ടെങ്കിൽ അത് പ്രവഹിക്കേണ്ടേ. എല്ലാം അപ്പോൾ ഇവിടെ വൈദ്യുതിയൊക്കെ എല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ആ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് മറ്റേക്കൊക്കെ പ്രവഹിക്കുകയും ചെയ്തു. അവിടെയൊക്കെ ബൾബിട്ട് സ്വിച്ച് ഇട്ടാലല്ലേ പ്രകാശം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫാൻ തിരിയുള്ളൂ. കറണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ പ്ലഗ് കുത്തിയിട്ട് ഓൺ ചെയ്താലേ ഫാൻ തിരിയുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് അപ്പോൾ അതാര് ചെയ്യണം, അത് നമ്മൾ ചെയ്യണ്ടേ. കറണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല, ഇവിടെയും ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്കില്ലാത്തത് കൊണ്ടല്ല. ആ അനുഗ്രഹം നമ്മളേക്ക് വരാനായിട്ടുള്ള ഒരു സോഴ്സാണ് ഈ നാമജപം. അത് നാമം ജപിച്ച് 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 തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരണം. അത് വരും, തീർച്ചയായിട്ടും അത് അനുഭവം ഉണ്ടാവും. അപ്പം അങ്ങനെ എല്ലാവർക്കും അത് അനുഭവം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് ഇതൊക്കെയാവും ഭഗവാന്റെ നിയോഗം. അതുകൊണ്ടാവും നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരങ്ങൾ വ്യാഴാഴ്ചയായാലും അധിക നേരമൊന്നും കിട്ടാറില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ കഥകളല്ലേ, ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നവരൊക്കെ വരുമ്പോൾ കേൾക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ആ കഥാപുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് പാരായണം ചെയ്ത് ഈശ്വര കഥകൾ കേൾക്കാൻ. പക്ഷെ അപ്പോഴും ഇപ്പോഴും നമ്മൾ മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് ഭഗവാന്റെ നിയോഗമാണ്. മറ്റത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, എല്ലാം നമുക്ക് വേണ്ടി. വേറൊരാൾക്ക് വേണ്ടിയിട്ട്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ കാര്യമില്ല, ഒരു പ്രയോജനം ഇല്ല എന്ന് ഭഗവാൻ കാണിച്ചു തരിക നമുക്ക്. ഏതൊരു ജീവനാണോ അത് അനുഭവിക്കാനായിട്ട് നിയോഗം, ആ ജീവൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരും. ഏതൊരു ജീവനെയാണോ അനുഭവിക്കാൻ യോഗമില്ല, അതിവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാലും എങ്ങനെയെങ്കിലും കെട്ട് പൊട്ടിച്ചത് പൊക്കോളും. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിനത് അനുഭവം ഇല്ലാണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പ്രയത്നിക്കേണ്ട. നമ്മൾ ചെയ്യുന്ന പ്രയത്നം എന്തിനു വേണ്ടിയിട്ട്? ഭക്തിയുടെ മറ്റൊരു ഭാവമാണ് സ്വാർത്ഥത. ഞാൻ നന്നാവണം എന്ന് തന്നെ വിചാരിച്ചാൽ മതി, വേറൊരാൾ നന്നാവണം എന്ന് വിചാരിക്കേണ്ട. ലോകാസമസ്ത അത് പ്രാർത്ഥിക്കാം നമുക്ക്, അവർക്കൊക്കെ നല്ല ഇതാവണം, എല്ലാവർക്കും നല്ലത് വരണേന്ന്. പക്ഷേ ഭക്തിയുടെ കാര്യത്തിൽ എന്ത് വന്നാലും വേണ്ടില്ല, ഇത് ഞാൻ ഈ പാത ഇപ്പോൾ ഭഗവാൻ കാണിച്ചു തന്ന വഴിയാണ്, ഈ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കില്ല, ഇതിലൂടെ എന്നെ മുന്നോട്ട് പോവും. എന്ത് വന്നാലും ഈശ്വരൻ്റെ വഴിയിൽ നിന്ന് ഞാൻ എന്നെ അവിടെ കൊണ്ടുവന്നിരുത്തിയത് ഈശ്വരനാണ്. പിന്നെ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു വെച്ചാൽ ഈശ്വരൻ നിന്ദ എന്നാ പറയുക, അതിന് ഏറ്റവും വലിയ ഈശ്വരൻ നിന്ദയാണത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കാനും നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും എപ്പോഴും നാമം ജപിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു കീർത്തനം ചൊല്ലാമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അതൊന്ന് കുറേ കാലമായി ഇപ്പം നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടു, അപ്പോൾ അത് ചൊല്ലാനൊരു കൊതി തോന്നിയിട്ട് ചൊല്ലാമെന്ന് വിചാരിച്ചു. ഹരേ കൃഷ്ണ. ജപിക്കാം, എല്ലാവർക്കും ചൊല്ലാം. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ.
മാല ചാർത്താം പ്രേമമൂറും നാമ പുഷ്പമാല ചാർത്താം കണ്ണാനേറ്റം പ്രിയപ്പെട്ട മാല ചാർത്തിടാം. പട്ടേരിയും പൂന്താനവും കുട്ടിയായ മഞ്ജുളയും തുഷ്ടിയോടെ നൽകിയോരാ മാല ചാർത്തിടാം. കുറൂരമ്മ വാത്സല്യത്താൽ മാധവനെ മയക്കിയ പ്രേമത്തിൻ്റെ ഗന്ധമേറും മാല ചാർത്തിടാം. നാരദന്റെ വീണയിൽ നിന്നുതിരുന്ന നാരായണ നാമപുഷ്പം കൊണ്ടു നല്ല മാല ചാർത്തിടാം. ആജമേളനറിയാതെ വീണുപോയ നാരായണ നാമപുഷ്പമാലിവോടെ സ്വീകരിച്ചതാം. കണ്ണനായി നാരായണ നാമമാകും വനമാല പ്രേമത്തോടെ കോർത്തു തിരുമാറിൽ ചാർത്തിടാം. വിഷ്ണു ഭക്തനാകും മഹാദേവൻ സദാ അർച്ചിക്കുന്ന നാമപുഷ്പം കൊണ്ടു നല്ല മാല ചാർത്തിടാം. ഗോപികമാർ തൻ്റെ ശ്വാസ നിശ്വാസമായി തീർന്ന കൃഷ്ണ നാമങ്ങളം വനമാല കണ്ണനു ചാർത്താം. ആസുരബാലനം കൊച്ചു പ്രഹ്ലാദൻ തൻ കുലത്തിനെ പവിത്രമാക്കിയതം നാമമാല ചാർത്തിടാം. കലിദോഷമകറ്റുന്ന ഹരേ രാമ പുഷ്പങ്ങളാൽ കണ്ണനുണ്ണിക്കാമോദത്താൽ മാല ചാർത്തിടാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരേ
രാധയാകും പ്രേമമായി മാധവനിലലിയുവാൻ രാസകേളി രസഗംഗയായി മാറിടാൻ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ എന്ന നാമം രസനയ്ക്കു രസമാക്കി ആടിപ്പാടിടാം. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധാ ഗോവിന്ദ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധാ ഗോവിന്ദ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധാ ഗോവിന്ദ. ഗജേന്ദ്രനും പ്രേമത്തോടെ നാമമാല കോർത്തു ചാത്തി ഹൃദയമം താമരപ്പു കണ്ണനു നൽകി. നാരായണ 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 പ്രേമത്തിൻ്റെ സുഗന്ധത്താലേവരെയും മയക്കുന്ന കൃഷ്ണകഥാരസാമൂറും അക്ഷരമാല്യം. നാരായണ 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 രാധാ ഗോവിന്ദ. നിത്യം കോർത്തു തിരുമാറിൽ വനമാലയായി ചാത്തൻ രാധാ പ്രേമമെന്നിൽ സദാ നിറയ്ക്കൂ കൃഷ്ണ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ തിരുവോണോട്ടിൻ്റെ നാമജപോട് സമർപ്പിക്കുകയാണ്. സത്സംഗവും നാമജപത്തോട് സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം എല്ലാവരിലേക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ പ്രേമത്തോടു കൂടിയിട്ട് ഭഗവാനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നാമം ജപിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരുടെ മനസ്സിലും നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് നിറഞ്ഞ സ്നേഹം ഉണ്ടാവട്ടെ. പരസ്പരം സഹകരണത്തോടു കൂടിയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ. ആരോടും പകയും വിദ്വേഷമൊന്നും ഇല്ലാണ്ട് കഴിയാൻ സാധിക്കട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നാമം അവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാത്തൊഴും കാൽത്താരനും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ.
കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം വിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം രന്ധ്രൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. ജയ് ജയ് ശ്രീരാധേശ്യാം.